ഹായ് ഗൈസ്, ഒരു സൺഡേ വ്ളോഗ് കണ്ടാലോ. രാവിലെ എഴുന്നേൽക്കുന്ന എന്നെ പീരിയഡ്സ് പെയിന് ഫീവർ എന്നൊക്കെ പറഞ്ഞാണേ. തലേന്ന് സാറ്റർഡേ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് കിടത്താണ്. ഒരു 8:30 അങ്ങനെ കിടന്നിട്ട് പിറ്റേന്ന് മോർണിംഗ് ഒരു 8:30 അങ്ങനെയാണ് എഴുന്നേൽക്കുന്നത്. ഭയങ്കര സൈഡായിരുന്നു. ബട്ട് ഫാമിലിയിൽ ഒരു ഹൗസ് വാമിംഗ് ഉണ്ട്, വേറെ കുറേ പരിപാടീസ് ഉണ്ട്. അപ്പം ഇന്നത്തെ എൻ്റെ ഒരു സൺഡേ നോക്കാം. രാവിലെ എഴുന്നേറ്റ് പതിവില്ലാത്തതാണ് ബെഡൊക്കെ ഒന്ന് വിരിച്ചിടുന്നത്, അതൊക്കെ ചെയ്ത് ഹെയർ കെയർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഗൈസ്. ഹെയറിനൊക്കെ ഒന്ന് കെയറൊക്കെ കൊടുത്ത് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് പിന്നത്തെ പരിപാടി കുളിയാണ് ഗൈസ്. നേരെ പോയി കുളി കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് സെറ്റായി ഗൈസ്. ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. എനിക്കൊരു കൊളാബ് വന്നു ഗൈസ്. ഒരു പ്രോഡക്റ്റ്, ആയുർവേദ പ്രോഡക്റ്റിന് റിവ്യൂ ചെയ്യാനുണ്ടായിരുന്നു. കുറേ ആയി ഡ്യൂട്ടി അത് എന്നൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ അതും ചെയ്ത് കഴിഞ്ഞ് അമ്മയാണ് പുറത്തു പോയിട്ട് വരുന്നത്. കണ്ടെത്തുന്ന അങ്ങനെ ഒരു പൂച്ചനെ കിട്ടിയിട്ട് അതിനെ തൂക്കിയിട്ട് വരുന്ന വരുത്താണ് ഗൈസ്. പിന്നെ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ഗൈസ് ഫൈനലി പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്ത് കഴിഞ്ഞ് ഗൈസ്. നെക്സ്റ്റ് ഒരു ഹൗസ് വാമിംഗ് ഉണ്ട്, നമുക്കതിന് പോകാം. ഓക്കെ. പിന്നെ 2 റീലൊക്കെ എടുത്ത് നേരെ മാറ്റാൻ പോയി. മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് അമ്മ ഫുഡും കൊണ്ട് നടക്കുന്നുണ്ട്. പിന്നെ കിട്ടിയ ജനിച്ചത് നല്ല വിശപ്പെട്ടായിരുന്നു. അമ്മ വാരിത്തരൊക്കെ ചെയ്ത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് സെറ്റായി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഗൈസ്. ഫാമിലി ഒരു 10-12 ആൾക്കാരുണ്ട്. അമ്മ, അനിയൻ്റെ മക്കൾ, അനിയത്തിൻ്റെ മക്കൾ, അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഗൈസ്. അങ്ങനെ ഫൈനലി നമ്മൾ അവിടെ എത്തി. ഇതാണ് വീട്ടിൻ്റെ ഉള്ളിലോട്ട് കയറി. പിന്നെ നമ്മൾ ഇവിടെയൊക്കെ രാവിലത്തെ ഗണപതി ഹോമം കഴിഞ്ഞ് അങ്ങനത്തെ ഒരു പ്രസാദം കിട്ടും ഗൈസ്. അതിൻ്റെ അകത്തുള്ള പഴ ഈറ്റികളൊന്നും തിന്നൂല. അപ്പോൾ എല്ലാവരുടെ അടുത്ത് പഴമൊക്കെ വാങ്ങി ഞാൻ നല്ലോണം അത് തിന്നു ഗൈസ്. പിന്നെ ഏടെ വേറെ രണ്ടും ആടെ തോണ്ടിയിട്ടൊരു സമാധാനം കിട്ടില്ല. എങ്ങനെ കത്തിയാൽ അങ്ങനെ കത്തും, അങ്ങനെ കത്തിയാൽ ഇങ്ങനെ കത്തും. അങ്ങനെ കുറേ ആയിലിങ്ങനെ തോണ്ടിക്കടിച്ച്. പിന്നത്തെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ വീടിൻ്റെ മേലെ ചെന്ന് നോക്കലാണ് ഗൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടോ? ഫസ്റ്റ് കയറിയ വീട്ടിൻ്റെ മേലെ ചെന്ന് നോക്കുക. അപ്പോൾ അവിടെ ചെന്ന് പിന്നെ ഈ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് വീട്ടിൻ്റെ വഴി കണ്ടെത്തിയത്. അപ്പോൾ കണ്ടെത്തിയതിൻ്റെ സന്തോഷമാണ്. പിന്നെ അതും കഴിഞ്ഞ് ഇതാണ് ആ വീട്ടിലെ ഏച്ചീൻ്റെ മോള് വന്ന് ഭയങ്കരമായിട്ട് മിണ്ടി. അപ്പോൾ ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടായിരുന്നു. മോള് വന്നിട്ട് എന്നോട് ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്ത് അപ്പം നമ്മളങ്ങനെ സെറ്റായി ഗൈസ്. കുറേ ആൾക്കാർക്ക് അറിയായിരിക്കും ഉമേഷ് കണ്ണകുന്ന് എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ ഇവിടെ കണ്ടുകിട്ടിട്ടുണ്ട്. ഹലോ ഗായ്സ്, ഞാൻ നിങ്ങളെ സ്വന്തം ഉമേഷ് കണ്ണകുന്ന് കതിരൂർ ഒരു വീട്ടിൽ കൂടുതൽ വന്നതാ ഗായ്സ്. അന്നേരം ഇവിടെ കാണുന്നു. മോളെ പേരേനു സയന. സയനെ കാണും. അപ്പൊ സയന എൻ്റെ ഒരു വീഡിയോ ഇങ്ങനെ എടുക്കുന്നതാണ് പരിപാടി. അപ്പൊ ഓപ്പൺ കാണാൻ സ്റ്റാർ ഗൈസ്. ഈ മനുഷ്യനെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര കൂളായിട്ടുള്ള നല്ല മനുഷ്യൻ. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ഇൻട്രോ ഒന്ന് പറയിപ്പിക്കാം, അങ്ങനെ പറഞ്ഞതാണ്. പിന്നെ ഇതാണ് ആ വീട്ടിലെ ഏച്ചി. അതൊക്കെ കഴിഞ്ഞ നേരം ഫുഡ് കഴിക്കാൻ പോയി. ഭയങ്കര തിരക്കായിരുന്നു. ഒരു 15 മിനിറ്റ് എല്ലാവരെയും നോക്കി ഇങ്ങനെ വിശന്ന് നിന്ന് ഫൈനലി സീറ്റ് കിട്ടി ഗൈസ്. ബിരിയാണി ആയിരുന്നു, മോശം ഇല്ലാതില്ല, ഒപ്പിക്കാം. ഭയങ്കര ചൂടായിട്ട് ബിരിയാണിയും കൂടെ നിന്നപ്പോൾ ഭയങ്കരമായിട്ട് സൈഡായി വന്ന് കിടന്ന്. പിന്നെ അമ്മ പറഞ്ഞു സൈന ഫാമിലീസൊക്കെ ഉണ്ട്, എല്ലാവരും ഒരു ഫോട്ടോസൊക്കെ എടുക്കുന്നു. അങ്ങനെ നേരെ ചെന്ന് എല്ലാവരും ഫോട്ടോസ് എടുത്ത്. പിന്നെ കാണുന്നത് ബന്ധം പുതുക്കലാണ് ഗൈസ്. കുറേ ആയി ഫാമിലി ഇത്രയും ആൾക്കാരൊക്കെ ഒന്നിച്ച് കൂടിയിട്ട്. അമ്മ, ആൻറ്റി,